Georgian Echoes. Inside Georgian, we don't just learn. We echo louder, aim higher. അബാക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബ്രെയിൻ ഡെവലപ്മെന്റ് പ്രോഗ്രാമാണ്. അബാക്കസ് പഠിക്കുന്നതിലൂടെ നിങ്ങളുടെ ബുദ്ധിശക്തി 10 മടങ്ങ് വർദ്ധിക്കും. ഇത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിരിക്കുന്നതാണ്. അതായത് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഒരുപോലെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലാണ് അബാക്കസ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന ഈ അബാക്കസ് 16-ാം നൂറ്റാണ്ടിലെ ജപ്പാൻകാരാണിത് കണ്ടുപിടിച്ചത്. അതായത് ഈ രൂപത്തിൽ ഒരു ബീഡും അതിന് അന്ന് അവർ കണക്കൂട്ടാൻ വേണ്ടി മാത്രമാണിത് ഉപയോഗപ്പെടുത്തിയത്. പക്ഷെ ഇന്നിപ്പോൾ നമ്മൾക്ക് കണക്കൂട്ടൽ മാത്രമല്ല, കണക്കൂട്ടാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ലെവലില്, അതായത് നമുക്കറിയാം ബ്രെയിന് 2 പാർട്ടുണ്ടല്ലേ, 2 സൈഡുണ്ട്, ലെഫ്റ്റ് സൈഡുണ്ട്, റൈറ്റ് സൈഡുണ്ട്. ഈ 2 സൈഡുകളെയും ഒരുപോലെ ഡെവലപ്പ് ചെയ്യാവുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് അബാക്കസ്. നമ്മൾ 2 കൈകളും ഉപയോഗിച്ചാണ് അബാക്കസ് ചെയ്യുന്നത്. അബാക്കസ് ഹോൾഡ് ചെയ്യുന്നത്, സ്റ്റുഡന്റ് അബാക്കസ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് രണ്ട് കൈകളും ഉപയോഗിച്ചാണ് ഇത് കാൽക്കുലേഷൻ നടത്തുന്നത്. നമുക്കറിയാം എന്താ ഉപയോഗിക്കുന്നത്, രണ്ടും ഒരുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് വേണ്ടിയിട്ടാണ് ലെഫ്റ്റ് ബ്രെയിനാണ് നമ്മൾ എല്ലാ പാതകളിലും ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും സമുദ്രികമായിട്ട് രണ്ടും ഒരുപോലെ വളർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അബാക്കസ് 2 കൈകൾ ഉപയോഗിച്ച് വളരെ സയന്റിഫിക് ആയിട്ട് ഇത് നമ്മുടെ ശരിയായ നല്ല രീതിയിൽ നമ്മുടെ കാൽക്കുലേഷൻ അതുപോലെയുള്ള പഠിച്ചെടുക്കാനുള്ള അതിന്റെ സ്പീഡൊക്കെ പെട്ടെന്ന് വർദ്ധിച്ചെടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ബ്രെയിൻ പവർ കൂടുമെന്ന് പറഞ്ഞു അല്ലേ, ബ്രെയിൻ മെമ്മറി പവർ കൂടുകയെന്നുള്ളതാണ് വേറെ ഒരു പ്രധാനം. കാരണം നമ്മൾ പഠിച്ചതെല്ലാം നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. ഈ അബാക്കസ് ബീഡ്സിന്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ ആദ്യം പഠിക്കുന്നതെങ്കിലും അത് ഫസ്റ്റ് സ്റ്റേജിൽ. അതിനുശേഷം ഇതെല്ലാം നമ്മൾ ഈ ബ്രെയിനിൽ ഇതിന്റെ രൂപങ്ങൾ പതിച്ചെടുക്കണം, അതായത് ഓർത്തെടുക്കും. അതാണ് വിഷ്വലൈസ് ചെയ്യാന്ന് പറയും. ഓരോ ബീഡുകളും നമ്മൾ ഇതിന്റെ ബ്രെയിനിൽ ഇങ്ങനെ ഫീഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പിന്നീട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ബ്രെയിനിൽ ഓർത്തണം, മൈൻഡിൽ. അതിന് വിഷ്വലൈസേഷൻ എന്നാണ് പറയുന്നത്. ഈ ഓരോ ബീഡ്സുകൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വിഷ്വലൈസ് ചെയ്ത് വരുമ്പോൾ എന്താണ് പ്രയോജനം? നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മെമ്മറി പവർ നമ്മുടെ വർദ്ധിക്കുകയാണ്. അപ്പം അങ്ങനെ ഇതൊരു മൊത്തത്തിലൊരു ഡെവലപ്മെന്റ് പ്രോഗ്രാമാണ്. അത് മാത്തമാറ്റിക്സ് ആണ് മീഡിയ ആയിട്ട്, മാത്തമാറ്റിക്സിലൂടെയാണ് നമ്മൾ പഠിച്ചെടുക്കുന്നതെങ്കിലും മാത്തമാറ്റിക്സിൽ മാത്രമല്ല ഇതിന്റെ ബെനിഫിറ്റ് ഒതുങ്ങി നിൽക്കുന്നത്. ഇത് പഠന മേഖലയിലെ എല്ലാ മേഖലകളിലും ഇത് അബാക്കസ് അതിന്റെ പ്രയോജനം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു അബാക്കസ് സ്റ്റുഡന്റ് നമുക്ക് ശരിക്കും അബാക്കസ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു കുട്ടീനെ കൊണ്ട് വളരെ സീരിയസ് ആയിട്ട് കുട്ടികളിൽ നിന്ന് വളരെ വീക്കിലി ഒരു എല്ലാ രീതിയിലും നല്ല 15 മെമ്മറിയുള്ള ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾക്ക് അത് അവരുടെ ജീവിതത്തിൽ ഉടനീളം ഈ അബാക്കസിന്റെ ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കും. അത് ഇവിടെ മാത്രമല്ല, നമ്മുടെ വരും കാലങ്ങളിലെല്ലാം മുൻ വർഷങ്ങളിൽ പഠിച്ചിട്ട് പോയ കുട്ടികൾക്കല്ല അവരുടെ ജീവിതത്തിൽ എന്നും ഈ അബാക്കസിന്റെ ബെനിഫിറ്റ് നിൽക്കുന്നു. അതായത് ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ചിത്രീകരണ രൂപത്തിൽ, പിക്ചറിന്റെ രൂപത്തിൽ അവർക്കത് ജീവിതത്തിൽ എന്നും ഓർത്തെടുക്കാൻ പറ്റും. ചിത്രങ്ങളുടെ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ വിഷ്വലൈസ് ചെയ്ത ഓരോ കാര്യങ്ങൾ നമ്മൾ ബ്രെയിനിൽ പതിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് നമുക്ക് ഒരിക്കലും മറക്കുകയില്ല. അങ്ങനെ അബാക്കസ് പഠനത്തിലൂടെ നല്ലൊരു കുട്ടികളായി നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പഠന പദ്ധതിയാണ് ഈ പറയുന്ന അബാക്കസ്. ഓക്കെ, താങ്ക് യു.